നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചീരുവിന്റെ പ്രസവ ചെലവിനുള്ള പണം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും അച്ഛാ. എന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും ഞാൻ അതുണ്ടാക്കും. അച്ഛൻ റിസ്കിനൊന്നും നിൽക്കാതെ ചീരുവിനെ കുറച്ച് നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം. നീ പറയുന്നത് കേട്ടാ എന്റെ മകളുടെ ഡെലിവറിക്ക് പണമില്ലാത്തതുകൊണ്ട് ഞാൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാത്തതാന്ന് തോന്നൂല്ലോ വിനയ. ഡോക്ടർ പറഞ്ഞ ഡേറ്റിലല്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അതിനു മുമ്പ് ചീരുവിന് പെയിൻ വരണം. ഇത് അതുമില്ല. അച്ഛൻ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഭാര്യയുടെ ഡെലിവറി ചെലവ് ഞാൻ വഹിക്കുമെന്ന് പറയാനുള്ളൊരു കടമ എനിക്കുണ്ടല്ലോ അച്ഛൻ. ചീരുവിൻ്റെ രണ്ടാമത്തെ പ്രസവമെങ്കിലും ഞാൻ വേണ്ട പോലെ നോക്കിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്താച്ചാ ഒരു വില. വിനയ, നീ കഴിഞ്ഞ തവണ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. നിന്റെ കുഞ്ഞുങ്ങളെ കാണാനല്ലാതെ നീ ഇങ്ങോട്ട് വരരുതെന്ന്. ശരിയല്ലേ? നിനക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ വിനയ? നിന്നെ ഗൾഫിലെ ജയിലിൽ നിന്ന് രക്ഷിച്ചത് തെറ്റായിപ്പോയെന്ന് എന്നെ കൊണ്ട് തന്നെ നീ പറയിപ്പിക്കൂ. അയ്യോ അച്ഛാ, അച്ഛൻ പറയുന്നതിനപ്പുറമൊന്നും ഞാൻ ചെയ്യില്ല. ഇത് വിനയന്റെ വാക്കാ. എന്നിട്ടാണോ നീ ഇങ്ങനൊരു കാരണം ഉണ്ടാക്കി വീണ്ടും ഇങ്ങോട്ട് വന്നത്? ഇതും എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യമല്ലേ അച്ഛൻ. എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ അച്ഛൻ സമ്മതിക്കുമ്പോൾ അതിൽ ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞു കൂടി പെടില്ലേ? കാശില്ലാത്തതുകൊണ്ട് എനിക്കെൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ടാ ഹോസ്പിറ്റൽ ചെലവടക്കം എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അച്ഛനെ ആദ്യമേ അറിയിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ വാക്ക് നീ ഒരു ആയുധമായിട്ട് എടുക്കുകയാണോ വിനയ? നീ ഇനി ചീരുവിന്റെ ഡെലിവറി കഴിഞ്ഞ് ജോലിക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാ ഭാര്യയുടെ ഡെലിവറിക്ക് ചെലവാക്കാനുള്ള കാശ് നിന്റെ കയ്യിലുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അയ്യോ, അമ്പിളി ചേച്ചി ചോദിച്ചതിനെ കുറിച്ചൊന്നും ഞാനിവിടെ പറഞ്ഞില്ലല്ലോ. സത്യത്തില് ചേച്ചി അന്നങ്ങനെ ചോദിച്ചതാ എന്റെ കണ്ണ് തുറപ്പിച്ചത്. കണ്ണു മനസ്സൊക്കെ തുറന്നു പിടിക്കുന്നത് നല്ലതാ. പക്ഷേ എവിടുന്നെങ്കിലും കുറെ കാശും കടം വാങ്ങിച്ചു വന്ന് ചീരുവിന്റെ മേലെ വീണ്ടും പഴയ അധികാരം കാണിക്കാന്ന് നീ വിചാരിക്കണ്ട. അല്ല ചേച്ചി, അത്യാവശ്യത്തിന് കടം വാങ്ങുന്നതും വേണ്ടപ്പെട്ടവരുടെ സഹായം സ്വീകരിക്കുന്നതൊക്കെ സാധാരണയല്ലേ ചേച്ചി? ഇപ്പൊ തന്നെ രഘുവേട്ടൻ ബിസിനസ് തുടങ്ങിയത് ദാസങ്ങളുടെ സഹായത്തോടെയല്ലേ? ഞാനിപ്പോ ദാസങ്ങളുടെ വീട്ടിൽ നിന്നാ വരുന്നത്. എന്റെ ധാരണ രഘുവേട്ടനും അമ്പിളി ചേച്ചി മോളും ആ വീടിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നാ. രഘുവേട്ടൻ എന്തായാലും അവിടെ തന്നെ ഉണ്ട്. പുള്ളിയുടെ ചെരുപ്പ് കണ്ടാ എനിക്കറിയാലോ. പക്ഷേ ദാസങ്ങൾ എന്നെ അകത്തേക്ക് ക്ഷണിച്ചതുമില്ല, രഘുവേട്ടനൊട്ട് പുറത്തേക്ക് വന്നതുമില്ല. ചിലപ്പോ എന്നെക്കാളും വേണ്ടപ്പെട്ട ഗസ്റ്റ് ആരെങ്കിലും അകത്ത് കാണുമെന്ന് കരുതി ഞാനിങ്ങ് പോന്നു. ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി രഘുവേട്ടൻ എപ്പോഴും ദാസങ്ങളുടെ വീട്ടിൽ പോകാറുള്ളതാ. അപ്പോഴൊക്കെ ഞാനും മോളും കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. വിനയനോട് സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ടാകും രഘുവേട്ടൻ പുറത്തേക്ക് വരാതിരുന്നത്. അല്ലാതെ വേറെ ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ടൊന്നായിരിക്കില്ല. ഗസ്റ്റ് ഉണ്ടായിരുന്നുള്ള കാര്യം ഉറപ്പായി ചേച്ചി. രഘുവേട്ടന്റെ ചെരുപ്പ് കൂടാതെ തൊട്ടടുത്തൊരു ലേഡീസ് ചപ്പലും 4-5 വയസ്സുള്ളൊരു കുട്ടിയുടെ ചപ്പലും ഞാൻ കണ്ടതല്ലേ. അതല്ലേ ഞാൻ അമ്പിളി ചേച്ചി മോളും അകത്തുണ്ടാവുമെന്ന് വിചാരിച്ചത്. അതാരെങ്കിലും ആവട്ടെ, ദാസന് ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളതല്ലേ. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വിനയന് വേറൊന്നും പറയാനില്ലല്ലോ. ഇല്ലച്ചാ, ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിന് നിമിത്തമായത് അമ്പിളി ചേച്ചി തന്നെയാ. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ.